മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ചിറങ്ങരയിൽ വളർത്തുനായയെ പിടിച്ചത് പുലി തന്നെയെന്ന് സ്ഥിരീകരിച്ചു. പുലിയെ പിടിക്കാൻ കെണിവെക്കും. 2 ദിവസം മുൻപാണ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് പുലിയെ കണ്ടത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. ലിഷോയ്, നമ്മളിപ്പോൾ CCTV ദൃശ്യങ്ങൾ കാണുകയാണ്. ഈ നാട്ടുകാർക്ക് കുറച്ച് ദിവസമായി പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പുലിയാണെന്നൊരു സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അത് പുലി തന്നെയാണ് ആക്രമിച്ചതെന്ന് കണ്ടെത്തുന്നു. ഇനി ഈ പുലിയെ പിടികൂടണം, അതിനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഈ പുലിയെ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. അത് വനപ്രദേശമല്ല, നഗരത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അങ്കമാലിയിലേക്കുള്ളത്. അതിനോടൊപ്പം തന്നെ കൊരട്ടി ദേശീയപാതയുടെ തൊട്ടടുത്തുള്ള ഇടം കൂടിയാണ് ചിറങ്ങര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇത്തരത്തിൽ വളർത്തുനായിയെ ആദ്യഘട്ടത്തിൽ ഇത് പുലിയാണോ കാട്ടുപൂച്ചയാണോ വലിയ പൂച്ചയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പിന്നീട് വനം വകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിലും കാൽപ്പാടുകളുടെ പരിശോധനയിലും എല്ലാമാണ് ഇത് പുലിയാണെന്ന് കണ്ടെത്തിയത്. ഇനിയിപ്പോൾ ഈ മേഖലയിൽ 4 ക്യാമറ ട്രാപ്പുകൾ വെക്കാനാണ്, ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിന് പുറമെ ഒരിടത്ത് കൂട് സ്ഥാപിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു. പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള യോഗമാണ് ഇന്ന് നടന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ ഇത് പുലി തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വനംവകുപ്പ് നൽകിയതും അതിനോടൊപ്പം തന്നെ ഈ പുലിയെ കെണിവെച്ച് പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാനായി വനം വകുപ്പ് തീരുമാനം അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാത്രി തന്നെ ക്യാമറകൾ സ്ഥാപിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ കെണി വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂട് സ്ഥാപിച്ച് പുലിയെ കൂട്ടിലാക്കിയ ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടാനാണ് സാധ്യത. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉടനടി ആരംഭിക്കും. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.